الحمد لله الحمد لله رب العالمين نحمده ونسلم على محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ സ്വന്തത്തെ മറക്കാതെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കുതിച്ചുചാട്ടം അവന്റെ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ളതാണ്. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും തന്റെ വിരൽത്തുമ്പുകളുടെ ചലനത്തിലൂടെ തന്റെ ആശയങ്ങളെയും തന്റെ ഇഷ്ടങ്ങളെയും പരസ്പരം കൈമാറുവാനും കോർത്തിണക്കുവാനും പരസ്പരം ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ കുതിപ്പ്. ആ ബന്ധങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പല അടുത്ത ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുവാൻ കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങൾ അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി, ഭദ്രമായ ശക്തമായ കെട്ടുറപ്പോടുകൂടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾ പലതും തകർക്കപ്പെടുമ്പോൾ വയഖ്തഊന മാ അമറല്ലാഹു ബിഹി,
അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ്. അള്ളാഹു നമ്മോട് ചേർത്ത് വെക്കുവാൻ കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ മുറിച്ച് വിച്ഛേദിക്കുന്ന സന്ദർഭത്തിൽ ധാരാളം കുഴപ്പങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്നു. ഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവൻ മഹാനഷ്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹ്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾക്ക് നിഷേധിക്കുവാൻ സാധിക്കുന്നത്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് തട്ടിമാറ്റുവാൻ പറ്റുന്നത്? വകുൻതും അംവാതം ഫഅഹിയാകും. നിങ്ങളൊക്കെ മരിക്കുകയും പിന്നെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന് ജീവിപ്പിച്ച് വീണ്ടും മരിച്ച് പിന്നെയും ജീവിപ്പിക്കുന്നവനാണ് റബ്ബ്. ആ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചല്ലാതെ ഒരാൾക്കും തന്നെ രക്ഷപ്പെടാമെന്ന് നാം കരുതേണ്ടതില്ല എന്നുള്ള താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധങ്ങളെ സ്ഥാപിക്കുന്നിടത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണങ്ങൾ ഓരോന്നും ആരംഭിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ ഉത്ബോധനങ്ങൾ വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അതേപോലെ തന്നെ വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ആ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ആ ബന്ധങ്ങളെ കുറിച്ച് കൃത്യമായും നമുക്ക് സമാധാനം പറയേണ്ടവരാണ് എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കണം ആ വിഷയത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അകന്ന പല ബന്ധങ്ങളും നമ്മൾ അടുപ്പിക്കുന്ന സമയത്ത് അടുത്ത പല ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക സാഹചര്യത്തിൽ മനുഷ്യന് വിധിരാം നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മൻ സറഹു അയ്യബ്സുത ലഹു ഫീ റിസ്ഖി അയ്യൻസഅലഹു ഫീ അസരി ഫൽയസിൽ റഹ്മഹു. ആർക്കാണ് അവന്റെ സമ്പത്തിൽ വർദ്ധനവുണ്ടാകുന്നത്, അവന്റെ ഉപജീവന മാർഗം വിശാലമാകുന്നത് ഇഷ്ടപ്പെടാത്തതാരാണ്? അവന് ആയുസ് നീട്ടിക്കിട്ടുന്നത്, അവന്റെ ആരോഗ്യം വർദ്ധിക്കുന്നത് ഇഷ്ടപ്പെടാത്തത് ആരാണ്? എങ്കിൽ അതിനിതാ ഒരു പോംവഴി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫൽയസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധങ്ങളെ അവൻ ചാർത്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്ന സ്വദഖതു അലൽ മിസ്കീനി സ്വദഖ, സാധാരണ ഒരു മനുഷ്യനൊരു പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അതൊരു ധർമ്മമാണ്. വഅലാ ദിർറഹ്മി ഇസ്നാൻ, ആരെങ്കിലും കുടുംബ ബന്ധത്തിലുള്ള ആൾക്കാണ് ആ ദാനധർമ്മത്തെ നൽകുന്നത് എങ്കിൽ അതിലൂടെ അവന് രണ്ടിരട്ടി പ്രതിഫലമാണ്. സ്വതക്കയുടെയും സിലത്തുർ റഹ്മയുടെയും കുടുംബ ബന്ധം പുലർത്തിയതിന്റെയും പ്രതിഫലം ലഭിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം അതിനെ വ്യാപിപ്പിക്കുക. ഈ നാടുകളിൽ സമാധാനമുണ്ടാകുന്നതിന്, മനുഷ്യന്റെ മനസ്സുകളിൽ, ആളുകളുടെ മനസ്സുകളിൽ സമാധാനം വിശേഷിപ്പിക്കുന്നതിനുള്ള ആ സലാം എന്നുള്ളത് നിങ്ങൾ വ്യാപിപ്പിക്കുക എന്ന്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റഹ്മത്തും ബറക്കത്തും ഒക്കെ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങേണ്ടുന്ന കാര്യമാണ്. എന്നാൽ ഈ സലാം എന്നുള്ളത് നാടുകളിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം, സമാധാനപരമായിട്ടുള്ള കുടുംബം, സമാധാനപരമായ ജീവിതം, സമാധാനമടയുന്ന മനസ്സ് അത് നമുക്കുണ്ടാകണമെന്നുണ്ട് എങ്കിൽ ആ സലാം വ്യാപിപ്പിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം, ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ ഏൽപ്പിച്ചു. ആദമിനോട് സലാം പറഞ്ഞു, മലായിക്കത്തുകൾ സലാം പറഞ്ഞു. ആദം അതിന് സലാം മടക്കി അത് തന്റെ സന്തതികൾക്ക് കൈമാറുന്നതിന് വേണ്ടി ആദമിനോട് കൽപ്പിച്ചു. ഈ സലാം പറയലിലൂടെയാണ് നമുക്കും സമാധാനം, ആ കുടുംബത്തിന് സമാധാനം, വ്യക്തികൾക്ക് സമാധാനം, ബന്ധങ്ങളെ ഏറ്റവും നന്നാക്കി തീർക്കുന്ന സമാധാനം. നിങ്ങൾ ഭക്ഷണം നൽകുക. ഭക്ഷണമില്ലാത്തവർക്കും അതേപോലെ തന്നെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്.
വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചാർത്തണം. നിങ്ങൾ നമസ്കരിക്കുക. വന്നാസുനിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിക്കുന്നവരായി തീരുക. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി. ഈ പറയപ്പെട്ട ഗുണങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവർക്ക് സമാധാനത്തോടുകൂടി നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുവാൻ വേണ്ടി, അള്ളാഹു കൂട്ടിയിണക്കുന്നതിന് വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ കുടുംബ ബന്ധത്തെ മുറിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഓരോ ദിവസവും മിന്ന അഅമാല ബനി ആദം സന്തതികളുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ തുഅറദു കുല്ല ഖമീസിൻ ലൈലത്തിൽ ജുമുഅ, ഓരോ വ്യാഴാഴ്ച ദിവസവും വെള്ളിയാഴ്ചയുടെ രാവിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ കർമ്മങ്ങളെ ഓരോ വെള്ളിയാഴ്ചയും ഓരോ തിങ്കളാഴ്ചയും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ ചേർത്തപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലാ യഖ്ബലു അമല ഖാതിഇർ റഹിം, കുടുംബ ബന്ധം ചാർക്കുന്നവന്റെ, കുടുംബ ബന്ധം മുറിച്ചിട്ടുള്ളവന്റെ കർമ്മങ്ങൾ ഉയർത്തേണ്ടതില്ല, അത് കാണിക്കേണ്ടതില്ല എന്ന് അള്ളാഹു മലായിക്കത്തുകൾക്ക് കൽപ്പന കൊടുക്കുമെന്ന്. നമസ്കരിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന, അതേപോലെ തന്നെ സകാത്തുകളും നോമ്പുകളും ഹജ്ജും ഉംറയും മറ്റുള്ള കർമ്മങ്ങളും ധാരാളം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുമ്പോ നാം ഒക്കെ ആലോചിക്കേണ്ടുന്ന ഗൗരവമേറിയിട്ടുള്ള കാര്യം, നിങ്ങൾ ആരോടെങ്കിലും പിണക്കത്തിലാണ് എങ്കിൽ ആ പിണക്കത്തെ നിങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ വെക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണ്. ആ 3-ാമത്തെ ദിവസം നമ്മളുടെ കർമ്മങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ ഒന്നുർ ഹാദൈനി അത്തസ്തലഹ, ആ 2 പേരിലേക്ക് നോക്ക്. അവർ തമ്മിൽ അവരുടെ ബന്ധങ്ങൾ അവർ നന്നായിട്ടുണ്ടോ എന്ന്. അവരുടെ കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നില്ല. ആ സന്ദർഭത്തിൽ ഒന്നുർ ഹാദൈൻ, 2 ആളിലേക്ക് നോക്ക്, അവര് നന്നായിട്ടുണ്ടോ എന്ന്. അത്തസ്തലഹ, അവര് നന്നായോ എന്ന് നോക്ക് എന്ന് നാം ആലോചിക്കുക. ധാരാളം കർമ്മങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ നമ്മളൊക്കെ വ്യഗ്രത പാലിക്കാറുണ്ട്. അതേപോലെ തന്നെ ദിക്റുകളിലും പ്രഭാത ദിക്റുകളിൽ നമ്മൾ മുഴുകാറുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്തവരായിരിക്കും. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളുമായി മുന്നേറാൻ ആരെങ്കിലും ചോദിക്കുന്നത് ഒക്കെ നമ്മൾ നൽകുന്നതിൽ യാതൊരു മടിയും കാണിക്കാറുണ്ടാവുകയില്ല. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്റെ പ്രിയതമയോട് തെറ്റിയിട്ടായിരിക്കും നാം ഇറങ്ങിപ്പോന്നിട്ടുണ്ടാവുക. തന്റെ മാതാവിനോട് ഒരു സലാം പറയാനോ അവരെ കാണാനോ ഒന്ന് സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവുകയില്ല. ഉപ്പ വിളിച്ചപ്പോ ഒരാവശ്യം പറഞ്ഞ സമയത്ത് അതിനെ ഒന്ന് മൈൻഡ് ചെയ്യുവാൻ ഒരുപക്ഷെ നമുക്ക് നേരം കിട്ടിയിട്ടുണ്ടാവുകയില്ല. മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ് നമ്മുടെ സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നാം ചേർത്തപ്പെടേണ്ടുന്ന ബന്ധങ്ങൾ, അയൽപക്കത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വജാരിദിൽ ഖുർബ വജാരിദിൽ ജുനുബ്, നിങ്ങളെ അടുത്തുള്ള അയൽവാസികൾ, നിങ്ങളുടെ അകലെയുള്ള അയൽവാസികൾ എന്നുള്ളത് സ്വഹാബത്ത് എന്നുമായിരുന്നു. തന്റെ വീടിന്റെ വലതുഭാഗത്തേക്ക് 40 വീടുകൾ, തന്റെ വീടിന്റെ ഇടതുഭാഗത്തേക്ക് 40 വീടുകൾ, മുന്നോട്ടും പിന്നോട്ടും 40 വീടുകൾ, അങ്ങനെ ചുറ്റുപാടുമുള്ളവരൊക്കെ അയൽവാസികളാണ്. അവരുമായിട്ടുള്ള ബന്ധം എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസാലു ജിബ്രീലു യൂസിനി, എന്നോട് കൽപ്പിച്ചുകൊണ്ടേയിരുന്നു, എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു, വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു അയൽവാസികളെ കുറിച്ച്. ആ അയൽവാസികൾക്ക് എത്താന്ന് ഞാൻ വിചാരിക്കുന്നത് വരെ അവർക്ക് അനന്തരാവകാശത്തിൽ നിന്ന് പോലും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ തോന്നിപ്പോകുമാറ് അത്രമാത്രം കടമ തന്റെ അയൽവാസികളോടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ആ ബന്ധങ്ങൾ എവിടെയാണ് നാം ആലോചിക്കേണ്ടതുണ്ട്, ഗൗരവകരമായി ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പ്രബോധനത്തിന്റെ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് ഫഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത ബന്ധക്കാരോട് നീ ഈ തൗഹീദിന്റെ സന്ദേശം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ബാധ്യത ഏൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കുടുംബക്കാരെയും ഓരോ ബന്ധക്കാരെയും വീട്ടിലേക്ക് തന്റെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു. യാ ബനി കഅബ് ബിൻ ലുഐ,
അതേപോലെ ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ബനീ മുറയോട് ഇങ്ങനെ അവരോട് പറഞ്ഞു, അബ്ദു ഷംസിന്റെ കുടുംബത്തോട് പറഞ്ഞു, അബ്ദു മനാഫിന്റെ കുടുംബത്തോട് പറഞ്ഞു, ഇബ്നു ഹാഷിമിന്റെ കുടുംബത്തോട് പറഞ്ഞു. ഓരോരുത്തരും ബനുൽ മുത്തലിബിന്റെ കുടുംബത്തെ വിളിച്ചു, യാ ഫാത്തിമ, ഫാത്തിമയെ വിളിച്ചു. ആ നരകാഗ്നിയെ കുറിച്ചുള്ള താക്കീത് നമുക്ക് തന്റെ അയൽപക്കത്തോട്, തന്റെ കുടുംബത്തോട്, തന്റെ നാമുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകളോട് ആദ്യമായി നമുക്ക് സ്നേഹമുണ്ടായിരിക്കേണ്ടത് അവരൊക്കെ ആ നരകാഗ്നിയിൽ നിന്ന് അവര് നരകത്തിലേക്ക് തള്ളിയിട്ട് നമുക്കങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നുള്ള കുടിലമായ ചിന്തയല്ല. അവരെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ഈ കുടുംബക്കാരെയൊക്കെ വിളിച്ചു, അവരെ വീട്ടിലേക്ക് വരുത്തി. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഈ സഭയുടെ പിന്നിൽ നിന്ന് ഒരു സൈന്യം കടന്നു വരുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ അൽ അമീൻ പറയുമ്പോ നിങ്ങൾ അത് വിശ്വസിക്കുകയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ വിശ്വസിക്കും എന്ന് പറഞ്ഞപ്പോ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത് ഫഅൻദർതുകും നാരൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന ഒരു നരകാഗ്നിയെ കുറിച്ചുള്ള താക്കീതാണ് എനിക്ക് നിങ്ങളോട് നൽകാനുള്ളത് എന്നും സ്നേഹത്തോടെ അബൂലഹബ് പറയുകയാണ്, നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഈ കാബയുടെ നാഥനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഓരോ വിഗ്രഹങ്ങളായിട്ട് ഓരോ ഗോത്രത്തിന്റെയും വിഗ്രഹങ്ങൾ കാബയുടെ ചുറ്റും നാട്ടിവെച്ചിട്ടുണ്ട്. അവരവിടെ വരുന്ന സമയത്ത് അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെല്ലാം നമുക്കെതിരാകും, നമുക്കിവിടെയുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെടും, ഖുറൈശികൾ പിന്നെ മറ്റുള്ളവരുടെ ശത്രുക്കളായി മാറും. അതുകൊണ്ട് മോനെ നീ ഈ ദൗത്യം ഉപേക്ഷിക്കണം എന്ന് ആദ്യഘട്ടം പറഞ്ഞു. അങ്ങനെ ആ ചർച്ച നീണ്ട് അത് അലസിപ്പിരിഞ്ഞു. വീണ്ടും ഇതേ കാര്യത്തിന് വേണ്ടി ഭക്ഷണം വീണ്ടും ഒരുക്കി എന്നിട്ട് വീണ്ടും ക്ഷണിക്കുകയാണ് കുടുംബത്തെ. അവരോട് ഈ കാര്യം തന്നെ പറഞ്ഞപ്പോ മുഹമ്മദ് അലി ഹാദാ ജമാഅത്തന, നേരത്തെ പറഞ്ഞില്ലല്ലേ ഈ പ്രബോധനം നിർത്തിവെക്കണമെന്ന്, നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് അബൂലഹബ് രണ്ടാമത് കടന്നു വരികയാണ്. ആ അബൂലഹബ് ആദ്യഘട്ടത്തിൽ ആ കുടുംബത്തോട് ഇപ്പോ ഇന്ന് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉപദേശിക്കുന്ന സമയത്ത് എന്തിനാ നമ്മൾ പോയിട്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? എന്തിനാണ് ഒരു നമ്മൾ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വെറുതെ വിച്ഛേദിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നന്മ കൽപ്പിക്കുന്ന സമയത്ത്, തിന്മ വിരോധിക്കുന്ന സമയത്ത് അതിനെ എതിർക്കാൻ പല ആളുകളും ഉണ്ടാകും. അവിടെ ബന്ധങ്ങൾ നിൽക്കട്ടെ എന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഏറ്റവും വലിയ ആ നരകാഗ്നിയെ കുറിച്ചുള്ള താക്കീത് നൽകുന്നതിലൂടെ ആദർശം അനുസരിച്ച് ജീവിക്കുകയും ആ ആദർശത്തിന്റെ പേരിൽ വിട്ടുനിൽക്കേണ്ടി വന്നാൽ വിട്ടുനിൽക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും വേണ്ടി വന്നാൽ കോപിക്കുകയും ചെയ്യേണ്ടത് ആദർശത്തിന്റെ പേരിൽ മാത്രമാണ്. അതല്ലാതെ ഒരു വഴിയുടെ പ്രശ്നത്തിലോ ഒരു തണ്ട് ഭൂമിയുടെ കാര്യത്തിലോ അതല്ലെങ്കിൽ മുമ്പ് വാങ്ങിയ കടത്തിന്റെ പ്രശ്നത്തിലോ അതൊന്ന് തിരിച്ചു തരാത്തതിന്റെയോ എന്റെ മകളുടെ കല്യാണത്തിന് അതിന് ഞാൻ വരില്ല, എന്നോട് നിശ്ചയം പറഞ്ഞിട്ടില്ല എന്നുള്ള നിസാരമായ കാര്യങ്ങൾക്കോ അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പരസ്പരം തർക്കിക്കുകയും ഭിന്നിക്കുകയും പോകാതിരിക്കുകയും മിണ്ടാതിരിക്കുകയും സലാം പറയാതിരിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഖുർആൻ തിരുത്തുന്ന ചില രംഗങ്ങളുണ്ട്. മിസ്തഹ് എന്ന തന്റെ വീട്ടിൽ തനിക്ക് അദ്ദേഹം ചെലവ് കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ആ സഹാബിയെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആ മിസ്തഹ് ആ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ വ്യഭിചാരോപണം നടത്തിയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആരോപണം മിസ്തഹ് റളിയല്ലാഹു അൻഹു അത് ഏറ്റുപാടുകയുണ്ടായി. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ എന്നാലും ആയിഷ അങ്ങനെ ചെയ്തല്ലോ എന്ന് ചേർത്ത് പറയുകയുണ്ടായി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, ഇനി ഞാൻ മിസ്തഹിന് ചെലവ് കൊടുക്കുന്നത് നിർത്തും. മിസ്തഹിന് ഞാൻ ചെലവ് കൊടുക്കയില്ല. ഞാൻ കൊടുക്കുന്ന എന്റെ അന്നം തിന്നിട്ട് എന്നോട് എന്റെ മകളെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണം നടത്താൻ എന്ന് പറഞ്ഞ് അവർ കൊടുക്കുന്ന ചെലവിനെ നിർത്തിയപ്പോ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വിശുദ്ധ ഖുർആൻ വലാ യഅതലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅത്ത് അയ്യുതു ഉലുൽ ഖുർബാ വൽ യതാമ വൽ മസാകിൻ വൽയുതു ഉലുൽ ഖുർബാ വൽ യതാമ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അബൂബക്കർ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുള്ള വിശാലതയിൽ നിന്ന്
സൗകര്യത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് നീ അവന് കൊടുക്കില്ല എന്ന് പറയാൻ. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്തഹരോട് കിട്ടിയ പണി നന്നായിക്ക് എന്നങ്ങോട്ട് പറയല്ല. നേരെ മറിച്ച് ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തുകയാണ്. എങ്ങനെയാണ് നീ അവന് ചെലവ് കൊടുക്കില്ല എന്ന് പറയുന്നത്? അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള വിശാലതയിൽ നിന്ന് നീ തടഞ്ഞു വെക്കുമെന്നങ്ങനെ പറയുന്നു. അവൻ നിന്റെ മകളെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിന് ആ ബന്ധത്തെ നീ വിച്ഛേദിക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിനക്ക് പുറത്തു തരുവാൻ, നിന്നോട് വിട്ടുവീഴ്ച കാണിക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ? നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ വരുന്ന സമയത്ത് ആ അബൂബക്കറിനോട് റളിയല്ലാഹു അൻഹും ഒന്നുമില്ല, ഏറ്റവും മൗലിയാക്കന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നേതാവ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആ സ്വഹാബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. എങ്ങനെയാണ് അവനുമായിട്ടുള്ള ബന്ധത്തെ നീ വിച്ഛേദിക്കുന്നത് എന്ന്, കൊടുക്കാൻ ഇതുവരെ കൊടുത്തത് തടയരുത് എന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് നമ്മൊക്കെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ തകർക്കുന്നത്? ഇത്തരം ആരോപണങ്ങൾ ആരും പറഞ്ഞതിന്റെ പേരിലായിരിക്കില്ല. ഒന്ന് നോക്കി നോക്കി പുഞ്ചിരിക്കാൻ, ഒന്ന് സലാം പറയാൻ, വീടുകളിലേക്ക് കയറി ചെല്ലാൻ, ബാക്കിയുള്ള എല്ലാ ടൂറുകളും നമുക്ക് അതിനൊക്കെ സമയമുണ്ടാകും, അതിനൊക്കെ സമ്പത്തുണ്ടാകും, അതിനൊക്കെ ചെലവഴിക്കാൻ, എങ്ങോട്ടും പോകാൻ ആവാനൊക്കെ ഉണ്ട്. പക്ഷേ തൊട്ടകലെയുള്ള നമ്മുടെ കുടുംബത്തെയും ബന്ധത്തെയും ചാർക്കാൻ നമുക്കതിന് സമയമോ അതിന് സമ്പത്തോ ഇല്ല. ഇന്ന ശൈത്താന യഅദുകുമുൽ ഫഖർ വയഅമുറുകും ബിൽ ഫഹിഷ. പിശാച് നമ്മെ ഉപദേശിക്കുകയാണ്. ഇപ്പോ അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വിളി, മൂന്നാമത്തെ വിളി പൈസ വായ്പോയിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോയാൽ പെട്രോൾ അടിക്കണം, സാധനം വാങ്ങണം, അടുത്തെങ്കിലും കൊടുക്കണം, രോഗിയെ ഇങ്ങനത്തെ അവരുടെ ബാധ്യത കൂടി തലക്കെടുക്കാനാവില്ല. അതെടുത്തിന് ആ ബീച്ചിൽ പോയിട്ട് കുറച്ച് പേർക്ക് കാറ്റുകൊള്ളാം. അപ്പൊ ഈ രൂപത്തിൽ ബന്ധങ്ങളെ, എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ ഉപജീവന മാർഗം അത് വിശാലമാകും. അള്ളാഹ് നിങ്ങൾ കൊടുത്തോ, നിനക്ക് വേണ്ടി മറ്റുള്ളവർ ചെലവഴിക്കും. നീ ഭയപ്പെടേണ്ടതില്ല, ദാരിദ്ര്യത്തെ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിച്ചോ. ആളുകളിൽ നിന്ന് സംസാരിക്കാൻ ആളുകളില്ലാതെ, ഇത് അവനവന്റെ സങ്കടങ്ങളൊന്ന് പറയാൻ കുടുംബക്കാരോ ബന്ധക്കാരോ ഒക്കെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, അയൽപക്ക ബന്ധങ്ങൾ പോലും കേവലം യൂട്യൂബ് ചാനലുകളുടെ അവര് മാത്രം സംസാരിക്കുന്ന, അത് കേട്ടുകൊണ്ടിരിക്കുന്നവരായി മാറിയിരിക്കും. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ ആളുകളില്ലാതെ ഇന്ന് ആളുകൾ മനുഷ്യന്മാർക്ക് അവരുടെ ആശ്വാസമുണ്ടാകുന്ന വാക്കുകൾ കേൾക്കാൻ സൈക്കോളജിസ്റ്റുകളുടെ മുമ്പിൽ പോയിട്ട് 2000 രൂപ, 4000, 5000, 10,000 അവര് ആദ്യം ഫീസ് പറയില്ല, സമയത്തിനനുസരിച്ചാണ് ഈ ഫീസ് കൊടുക്കേണ്ടത്. എന്താണ് അവര് പറയുന്ന റെമഡി? അവരെന്താണ് പ്രതിവിധിയായിട്ട് പറയുന്നത്? അവരുടെ 2 വാക്കുകൾ ആശ്വാസം. ഇവന്റെ മനസ്സിലുള്ള ടെൻഷൻ ഒരാളുടെ അടുത്ത് ഇറക്കി വെക്കാൻ ഒരു ജ്യൂസ് കുടിച്ചിറങ്ങി വന്ന പോലെയാണ്. അത്യാവശ്യം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ജ്യൂസ് കുടിക്കാൻ കയറുക. ഇറങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് വലിയ ബില്ലായിരിക്കും, ഉള്ള സമാധാനം കൂടിയിട്ട് പോകും. ഇതേപോലെയാണ് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളോട് സംസാരിക്കാൻ വലിയ ബില്ല് തന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുമായിട്ടും ഈ രൂപത്തിൽ മനുഷ്യർക്ക് സംസാരിക്കാൻ പോലും ഒന്ന് മനസ്സ് തുറന്നു വെക്കുവാനും ആരില്ല. എന്തുകൊണ്ട് കുട്ടികളൊക്കെ പ്രേമിക്കുവാനും റോട്ടിലൂടെ ചിരിക്കുന്നവരുടെ പിന്നാലെ കയറിപ്പോകുവാനും പെൺകുട്ടികൾ തയ്യാറാകുന്നു എന്ന് ചോദിച്ചാൽ, സംസാരിക്കാൻ ഉമ്മയില്ല, കേൾക്കാൻ വാപ്പയില്ല, കൂടെ ഇരിക്കാൻ സഹോദരങ്ങളില്ല, അയൽപക്കങ്ങളോ അതേപോലെ ഷെയർ ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ചിരിച്ചു കാണിക്കുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പ്രവണതകൾ വർദ്ധിക്കുന്നു. ഗൗരവകരമായി നാം ആലോചിക്കേണ്ടതുണ്ട്. ഹാർട്ട് അറ്റാക്കുകൾ കൂടുന്നു, രോഗങ്ങൾ വർദ്ധിക്കുന്നു, മനസ്സിന് സമാധാനമുള്ള ഒരു ഹൃദയം ഇന്ന് ഇല്ലാതായി പോയിരിക്കുന്നു. കാരണം മനസ്സ് തുറന്ന് സംസാരിക്കാൻ, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അവർ അല്ലാഹുവുമായിട്ടുള്ള ബന്ധവും സ്ഥാപിക്കുന്നില്ല. ആത്മഹത്യകൾ ഇന്നലെയും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യർ നമസ്കരിക്കാൻ പോണോ വേണ്ടേ എന്ന് മനസ്സിങ്ങനെ ചടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും കുടുംബത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവരെയൊക്കെ നമ്മൾ പോയി കാണണം, മറയണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു,
എനിക്കൊരു ബന്ധമുണ്ട്, അവനുമായിട്ട് ഞാൻ എങ്ങനെ ബന്ധം ചേർത്താൻ ഉദ്ദേശിച്ചാലും വഖതഅനി, അവന് എന്നോട് ബന്ധം ചേർത്തൂല. ഞാൻ അവനുമായിട്ട് വിവേകത്തോടുകൂടി പെരുമാറും. ആ സമയത്ത് ജഹലനി, എന്നോട് അവൻ അവിവേകം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ എങ്ങനെ അങ്ങോട്ട് നന്നായി നിന്നാലും, ഞാൻ എന്തങ്ങോട്ട് കൊടുത്താലും ആ സമയത്തൊക്കെ അവൻ എന്നോട് അക്രമം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം പ്രവാചകരെ? ഇങ്ങനെയുള്ള മനുഷ്യന്മാരുമായിട്ട് നീ പറഞ്ഞതുപോലെ തന്നെയാണ് എങ്കിൽ, നീ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാകും. നീ അത് തുടർന്നോ. അവൻ ഇങ്ങോട്ട് എത്ര മോശമായി പെരുമാറിയാലും നിന്റെ ബന്ധം അങ്ങോട്ട് തുടർന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണം, ഇവിടെ കുട്ടീനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കാണാം. ഞാൻ കിടക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോൾ തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല, ഓളാട് കിടന്നോട്ടെ പോയി നോക്കണ്ട. ഇന്ന് മോനെ കാണാൻ വന്നിട്ടുണ്ട്, ഓളെ കാണാൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് തന്നിട്ടുണ്ട്. അവിടെ അള്ളാന്റെ റസൂല് പറയാണ്, ലൈസൽ വാസിലു ബിൽ മുഖാഫി, ഇവിടെ വിളിച്ചാൽ അവിടെ വിളിക്കാം, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോവുക. ഇങ്ങനെ കടം തീർക്കുന്നവരല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നേ തിരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ പകരത്തിന് പകരം ചെയ്യുന്ന ലൈസൽ വാസിലു ബിൽ മുഖാഫി, ഈ പകരത്തിന് പകരം ചെയ്യുന്നതല്ല കുടുംബ ബന്ധം. എന്നാൽ കുടുംബ ബന്ധം ചേർത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നുമില്ലെങ്കിലും കൊടുക്കുന്നതൊക്കെ അങ്ങോട്ട് തന്നെയാണ്, അല്ലെങ്കിൽ പോകുന്നതൊക്കെ അങ്ങോട്ട് തന്നെയാണ്. നമ്മളോട് മോശമായിട്ടാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ആ ബന്ധത്തെ തകരാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് കുടുംബ ബന്ധം പുലർത്തല്ലെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ബന്ധം നമ്മൾ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ അത് ഉയർത്തപ്പെടുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലൂടെ അൽഈനുഹും, അവർക്ക് എന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നവരാണ്. അത് ബാപ്പയും മക്കളുമാണെങ്കിലും, അത് ഭാര്യയും ഭർത്താവുമാണ് എങ്കിലും, അതല്ലെങ്കിൽ ഉമ്മയും മക്കളുമാണ് എങ്കിലും, മാതാപിതാക്കളും മക്കളും, അതേപോലെ തന്നെ അയൽബന്ധങ്ങളും, നമ്മളുമായിട്ടുള്ള അകന്നതും അടുത്തതുമായിട്ടുള്ള ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങൾക്കുമൊക്കെ വലിയ സ്ഥാനം കാണിക്കുന്ന ഈ ദീനിന്റെ വക്താക്കൾ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ബാധ്യതയുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസിക്കും ഇയ്യായ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിക്കണമേ എന്ന് ശ്രദ്ധത്തെ മറക്കാതെ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാലം അടുക്കുമ്പോഴും വ്യക്തികളിൽ തമ്മിലുണ്ടാകുന്ന അകൽച്ചകൾ, ആ അകൽച്ചകളെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണുകയും അതിനെ നന്നാക്കുവാൻ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇൻ കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് ഫഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാർശ്വത്തെ, ആ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ദീനിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. വദ്കുറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ഓർക്കുക. ഇൻ കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ പരസ്പരം പോരടിച്ചു കൊണ്ടിരുന്നവരായിരുന്നു. ഔസും ഹദറജും അവരുടെ യുദ്ധങ്ങളും അതേപോലെയുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ പരസ്പരം തല്ലിത്തകർന്നു കൊണ്ടിരുന്ന സമൂഹത്തെ വിളക്കി ചേർത്തിട്ടുള്ള മന്ത്രമാണ് വിശുദ്ധ ഖുർആനിന്റെ മന്ത്രം. ആ പ്രവാചകന്റെ ധ്വനികൾ, ആ വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തെ പരസ്പരം ചേർക്കും. ഫഅസ്ബഹതും ബിനിഅമതി ഇഖ്വാന, എന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീർന്നു.
ആദർശത്തിന്റെ പേരിലുള്ള ബന്ധം അത് കുടുംബ ബന്ധത്തെക്കാൾ ചേർന്ന് നിൽക്കുന്ന ബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെയാണ് അവിടെ എടുത്തു പറയുന്നത്. ലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക. നിന്റെ സ്വഭാവം ഒരു പരുക്കനായിരുന്നുവെങ്കിൽ, നീ ഒരു കഠിനഹൃദയനായിരുന്നുവെങ്കിൽ, നീ ജനങ്ങളുമായി ഇടപഴകാത്തവനായിരുന്നുവെങ്കിൽ ഒരാളെയും നിന്റെ ചുറ്റും ഇരിക്കുവാൻ കിട്ടുമായിരുന്നില്ല എന്ന് ആ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ജനങ്ങളെ അടുപ്പിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെട്ടിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓരോരുത്തരുടെയും മനുഷ്യരുടെ വ്യക്തികളുടെ പ്രോബ്ലം അത് മനസ്സിലാക്കുക. ഒരു കുട്ടി ദുഃഖിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ട് ചോദിക്കുന്ന പ്രവാചകൻ, യാ ഉമൈർ, ഉമൈർ, നിനക്ക് എന്ത് പറ്റി? നിന്റെ നുമൈർ എവിടെ പോയി? അവനൊരു ചെറിയൊരു കിളി ഉണ്ടായിരുന്നു, അത് ചത്തുപോയിട്ടുള്ള ആ സങ്കടത്തിൽ ഇരിക്കുകയാണ്, അതിനെന്തു പറ്റി എന്ന് ചോദിക്കുന്ന. അങ്ങനെ ഓരോ കുട്ടിയുടേതാണ് എങ്കിലും പ്രശ്നങ്ങൾ അറിയുവാൻ, മനസ്സിലാക്കുവാൻ, ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് ജീവിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സ്വതക്കയാണ്, ഒന്ന് പുഞ്ചിരിയോടുകൂടി ഒരാളെ കണ്ടുമുട്ടുന്നത് സ്വതക്കയാണ്. വജ്ഹു ത്വലീഖ് സ്വതഖത്തുൻ, പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ ദർശനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ തൗഹീദിനെ, ഈ ആദർശത്തെ, ഈ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ചിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ പരസ്പരം ആദർശങ്ങളും പ്രസ്ഥാനങ്ങളും തന്നെ തിരഞ്ഞെടുക്കുക. ഓനെവിടെയാ, എന്നാ ഞാൻ ഇവിടെയാ. എന്നിട്ട് ആൾക്കാർ അവിടെ ഇവിടെ നോക്കിയിട്ടാണ്, അതല്ലാതെ ആദർശം നോക്കിയിട്ടൊന്നല്ല. പക്ഷേ ഇവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടില്ല എന്ന രൂപത്തിലുള്ള പകയും വിദ്വേഷവും വെച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളെ ഭിന്നിപ്പിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും. അപ്പൊ ഈ രൂപത്തിലല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ച് മനസ്സിലാക്കി അതിൽ നിങ്ങൾ ഒരുമിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് ദീർഘിപ്പിച്ചു തരുന്ന, ആഫിയത്ത് നമുക്ക് നൽകുന്ന, ഭൗതിക ജീവിതത്തിൽ വിശാലത നൽകുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ റബ്ബിന്റെ മുമ്പിൽ ആ റഹിം എന്നുള്ള ആ കുടുംബ ബന്ധം എന്നുള്ളത്, ആ റഹിം പറയുകയാണ്, ചില ആളുകൾ ഞാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു, അതുകൊണ്ട് അവർക്ക് എന്താണ് കൊടുക്കാനുള്ളത് എന്ന് അർശിന്റെ മുകളിൽ തൂങ്ങിക്കൊണ്ട് റഹിം ചോദിക്കുമ്പോ അവനുമായിട്ടുള്ള, നീയുമായിട്ടുള്ള ബന്ധം ആര് സ്ഥാപിച്ചോ അവനുമായിട്ട് ഞാൻ ബന്ധം സ്ഥാപിക്കും. നീയുമായിട്ടുള്ള ബന്ധം ആര് വിച്ഛേദിച്ചോ അവനുമായിട്ടുള്ള ബന്ധം ഞാനും വിച്ഛേദിക്കും എന്ന് ആ റഹിമിന്, കുടുംബ ബന്ധത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളെ നന്നാക്കുക. വിട്ടുവീഴ്ചകൾ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ, തന്നെ കൊല്ലാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും നടത്തിയിട്ടുള്ള ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ തന്റെ സഹോദരങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നു. തന്നെ നാടുകടത്തുകയും പട്ടിണിക്കിടുകയും ഷാബു അബൂ താലിബിനും അതേപോലെ തന്നെ ധാരാളം 27ഓളം യുദ്ധങ്ങൾ ആ പ്രവാചകനോട് നയിച്ചിട്ടുള്ള മക്കയിലെ ഖുറൈശികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹബു അൻതുമുത് തുലഖാ, പോയിക്കോളി, നിങ്ങളെയൊക്കെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, ഒരു പ്രതികാര നടപടികളും എടുക്കാത്ത ആ പ്രവാചകന്റെ മാതൃകയാണ് ഈ ജീവിതത്തിൽ നമ്മുടെ കാര്യത്തിൽ നാമും സ്വീകരിക്കേണ്ടത്. എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ നാളെ പരലോകത്ത് റബ്ബ് നമ്മോട് വിട്ടുവീഴ്ച കാണിക്കണം, റബ്ബ് നമ്മോട് അവൻ നമുക്ക് പുറത്തു തരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അലാ അൻ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം, വിട്ടുവീഴ്ച കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കറിനെ തിരുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തെ നാമും തിരുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ തന്നെയുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗവുമായിട്ട് ഹോസ്പിറ്റലിലാണ്, അതിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം വേഗത്തിൽ ശമപ്പെടുത്തി കൊടുക്കുകയും നമ്മോടൊപ്പം പ്രവർത്തന രംഗത്ത് സജീവമാകുവാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്തു മാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم احينا بالكتاب والسنه